പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ വീഡിയോയിൽ വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിലെ കാര്യങ്ങളാണ് പറഞ്ഞു നിർത്തിയത്. ഇനി 19-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അതിൽ 1-ാമത്തെ വാക്യം, അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിൻ്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യയ്ക്ക് അവൻ ശിക്ഷ വിധിച്ച് തൻ്റെ ദാസന്മാരുടെ രക്തം അവളുടെ കയ്യിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്യുകൊണ്ട് അവൻ്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ. അവർ പിന്നെയും ഹല്ലേലൂയ, അവളുടെ പുക എന്നേക്കും പോകുന്നു എന്ന് പറഞ്ഞു. ഇതെന്താ അതിൻ്റെ അർത്ഥം? ദൈവത്തോട് പാപം ചെയ്ത വിഗ്രഹാരാധനയും അതുപോലെയുള്ള പാപപ്രവൃത്തികളും ചെയ്ത് ദൈവത്തോട് യുദ്ധം ചെയ്തതായിട്ടുള്ള ജനത്തെ ദൈവം ശിക്ഷ വിധിച്ചു. ദൈവത്തിൻ്റെ ദാസന്മാരെ കൊന്നത് അവരാണല്ലോ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ന്യായവിധികൾ സത്യവും നീതിയുള്ളവ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത്, അവർ പിന്നെയും ഹല്ലേലൂയ, അവളുടെ പുക എന്നേക്കും പോകുന്നു എന്ന് പറഞ്ഞു. അവളുടെ പുക എന്നേക്കും പോകുമോ? അതായത് ഇത് കഴിഞ്ഞിട്ട് ഈ ഭൂമിയെ നശിപ്പിച്ചു കളയും. അപ്പോൾ പിന്നെ ഭൂമിയെ നശിപ്പിക്കുന്നൊരു കാലം വരുന്നുണ്ട്. അത് എന്ന് വെച്ചാൽ 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് അന്ത്യവിധിയുടെ സമയത്താണ് സംഭവിക്കുന്നത്. അപ്പോൾ പിന്നെ ഭൂമി ഇല്ലല്ലോ, പിന്നെ എങ്ങനെ പുക പൊങ്ങണത് എങ്ങനെയാണ്? അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതല്ല. പുക പൊങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെയ്ത പ്രവൃത്തികളുടെ ഫലം ഇല്ലാണ്ടായി പോകില്ല. അതിങ്ങനെ അവർക്ക് എപ്പോഴും ഒരു നാണക്കേടായിട്ട് ഇരിക്കും. അപ്പോൾ വേറൊരു സ്ഥലത്ത് പറയണില്ലേ, അന്തിക്രിസ്തുവിന് മുദ്രയെടുക്കുന്ന കുഞ്ഞാടിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെ മുമ്പിൽ ദണ്ഡന അനുഭവിക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര നാണക്കേടല്ലേ? അപ്പോൾ അതുപോലെ ഉള്ളൊരു സംഗതിയാണ് ഈ ഇവിടെ പറയുന്നത്. അത് അവരാ ലജ്ജ ഒരിക്കലും ഇല്ലാണ്ടായി പോകില്ല എന്നാണ് അതിൻ്റെ പറയുന്നതിൻ്റെ അർത്ഥം. 24 മൂപ്പന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ വീണ്ടും നമസ്കരിച്ചു. അത് സ്വർഗത്തിലുണ്ടാവുന്ന കാര്യം. നമ്മുടെ ദൈവത്തിൻ്റെ സകലദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരും ആയുള്ളവരെ അവനെ വാഴ്ത്തുവിൻ എന്ന് പറയുന്നൊരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ വലിയ പുരുഷാരത്തിൻ്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. കർത്താവിൻ്റെ രാജ്യത്വം ഈ സമയത്ത് ഏറ്റു എന്നാണ് പറയുന്നത്. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താനും ഇരിക്കുന്നു. ഇപ്പോൾ ഈ കുഞ്ഞാടിൻ്റെ കല്യാണം വന്നല്ലോ എന്നിവിടെ പറയുന്നുണ്ട്. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നോ യഥാർത്ഥത്തിൽ? അതൊരു അഡ്വാൻസ് ഇൻഫർമേഷൻ. രാജ്യം ഇപ്പോഴും ഏറ്റിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയം മുതലാണ് ഏറ്റിരിക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭൂമിയിലെ ഉള്ള ആൾക്കാരുടെ പരിപാടിയെല്ലാം പ്രാക്ടിക്കലി തീർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കർത്താവ് രാജ്യത്ത് ഏറ്റു. കല്യാണം വന്നല്ലോ എന്നാണ് പറയുന്നത്. കല്യാണം വരുന്നത് ശരിക്കും 21-ാം അധ്യായം വരുമ്പോൾ ഇസ്ലേം എന്ന കാന്ത വരുന്നത് കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അത് വരുന്നത് ഇവിടെയല്ല. അത് അഡ്വാൻസ് ആയിട്ട് നേരത്തെ പറഞ്ഞ വചനങ്ങൾ കർത്താവിൻ്റെ രാജ്യത്ത് തുടങ്ങിയല്ലോ എന്നൊക്കെ പല സ്ഥലത്തും പറയുന്നുണ്ടല്ലോ. അതുപോലെയുള്ള ഒരു അഡ്വാൻസ് ഇൻഫർമേഷനാണ് ഇത്. കാന്തയും തന്നെത്താനും ഒരുക്കിയിരിക്കുക. അതും ഈ പറഞ്ഞ മാതിരി ഒരു ദർശനത്തിൽ കാണുന്ന കാര്യമാണ് ഈ പറയുന്നത്. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷവസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷവസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ. നീതിയുള്ള ആൾക്കാർക്കാണ് ഇങ്ങനെ വിശേഷവസ്ത്രം കൊടുക്കുന്നത്. അത് നമ്മൾ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലാണെന്നില്ലേ, യാഗപീഠത്തിൻ്റെ കീഴിൽ നിന്നും വിശുദ്ധന്മാരെ നിലവിളിക്കുന്നതും ദൈവം അവർക്ക് പറഞ്ഞ് നിങ്ങൾ കുറച്ചുകൂടി ക്ഷമിക്കുക എന്ന് പറഞ്ഞിട്ട് അവർക്ക് വെള്ളവസ്ത്രം കൊടുക്കുന്നതായിട്ടാണ് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിൻ്റെ സത്യവചനം എന്നും എന്നോട് പറഞ്ഞു. 21-ാം അധ്യായത്തിലാണ് കുഞ്ഞാടിൻ്റെ കാന്ത. ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് അവൻ്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ എന്നോട്, അതരുത്, ഞാൻ നിനക്കും യേശുവിൻ്റെ സാക്ഷ്യമുള്ള നിൻ്റെ സഹോദരന്മാർക്കും സഹഭൃത്യനത്രേ. ദൈവത്തെ നമസ്കരിക്കുക, യേശുവിൻ്റെ സാക്ഷ്യമോ പ്രവചനത്തിൻ്റെ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു. ഇതിലിപ്പോൾ ഒരു വൃത്തിനെ കുറിച്ച് പറയും. ദൈവത്തിൻ്റെ ഒരു ദൂതൻ വന്നു. അപ്പോൾ ഞാൻ ഉടനെ ആ ദൂതൻ്റെ കാലുമ നമസ്കരിക്കുക ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്, യേശുവിൻ്റെ സാക്ഷ്യമുള്ള നിൻ്റെ സഹോദരന്മാർക്കും നിനക്കും സഹഭൃത്യനത്രേ. സഹഭൃത്യൻ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ദൈവം ഓരോ ദൈവത്തിൻ്റെ മക്കൾക്കും ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. അതായത് ദൈവത്തെ അംഗീകരിക്കാത്തവർക്കും എല്ലാം ദൈവത്തിൻ്റെ ദൂതന്മാരൊന്നുമില്ല. പൈശാചിക ശക്തികളാണ് അവരെ കൊണ്ടു നടക്കുന്നത്. അവരെ ഒടുക്കം നരകത്തിൽ കൊണ്ടുപോകും. ഇതേമാതിരി ദൈവത്തിൻ്റെ രാജ്യം പോലെ ഭൂമിയിൽ പിശാചിൻ്റെ രാജ്യമുണ്ട്. പിശാചിൻ്റെ ദൂതന്മാരാണ് അത് കൊണ്ടു നടക്കുന്നത്. അപ്പോൾ നമുക്കുള്ള കേസ് വേറെ. അതിൽപ്പെട്ട ഒരു സഹഭൃത്യനത്ര. അപ്പോൾ നമ്മളെ സഹായിക്കാനുള്ള ഭൃത്യന്മാരായിട്ടാണ് ദൈവം ദൂതന്മാരെ നമുക്ക് വിട്ടിരിക്കുന്നത്. ഭൃത്യന്മാരാരെങ്കിലും ആരാധിക്കുമോ? ചെയ്യില്ല.
ദൈവത്തിൻ്റെ ഭൃത്യന്മാരായതുകൊണ്ട് അവർ പറയണം അങ്ങനെ ചെയ്യരുത്, ദൈവം മാത്രമേ ആരാധനയ്ക്ക് യോഗ്യനുള്ളൂ. പിശാച് അങ്ങനെയല്ലോ, പിശാച് എന്നെ നമസ്കരിക്കുക, എൻ്റെ ദൂതന്മാരെ നമസ്കരിക്കുക എന്നാണ് പിശാച് പറയുന്നത്. ഇവിടെ അങ്ങനെയല്ല പറയണത്. ഇത് ദൈവത്തിൽ നിന്ന് വന്ന ആത്മാക്കളായതുകൊണ്ട് അവരെ അങ്ങനെ പറയുന്നില്ല. സഹഭൃത്യനത്രേ, ദൈവത്തെ നമസ്കരിക്കുക, യേശുവിൻ്റെ സാക്ഷ്യമോ പ്രവചനത്തിൻ്റെ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു. യേശുവിൻ്റെ സാക്ഷ്യം ആണ് ഇതിൽ പുസ്തകങ്ങൾ മുഴുവൻ എഴുതിയിരിക്കുന്നത്. ബൈബിൾ ഒരു പ്രവചന പുസ്തകമാണ്, പ്രവചനത്തിൻ്റെ ആത്മാവാണ് ഈ ദൈവവചനം എന്ന് പറയുന്നത്. അനന്തരം സ്വർഗ്ഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ള കുതിര പ്രത്യക്ഷമായി. അതിന്മേലിരിക്കുന്നവനും വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. ഇതാണ് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് എന്ന് പറയുന്ന വരവ്. ആദ്യത്തെ വരവ് വന്നല്ലോ. രണ്ടാമത്തെ വരവിൽ യേശുക്രിസ്തു മധ്യാകാശത്തിൽ വെളിപ്പെടുന്ന സമയത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. അന്തിക്രിസ്തുവിൻ്റെ ആദ്യത്തെ 3.5 കൊല്ലം, രണ്ടാമത്തെ 3.5 കൊല്ലം. ഇതിന് മുമ്പ് ഒരു വരവുണ്ട്, അല്ലെങ്കിൽ ഇതിന് മിഡിലൊരു വരവുണ്ടെന്നൊക്കെ പലരും സ്വന്തം കൃതിയായിട്ടും മറ്റുള്ളവരുടെ വാല് പിടിച്ചൊക്കെ പറയുന്നുണ്ട്. അതിനൊന്നും യാതൊരു മീനിങ്ങും ഇല്ല. ഇതാണ് ഈ കർത്താവിൻ്റെ വരവ്. ആദ്യത്തെ വരവ് എവിടെയായിരുന്നു? ആദ്യത്തെ വരവ് യഥാർത്ഥത്തിൽ ഇവിടെയാണ്. പിന്നെ വന്നിട്ടുണ്ടോ ഇല്ലയെന്ന് ചോദിച്ചാൽ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാർക്ക് പലർക്കും പ്രത്യക്ഷമായിട്ടുണ്ട്. ആ വരവല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. ദൈവമക്കൾക്ക് പ്രതിഫലം കൊടുക്കുവാനും അതുപോലെ തന്നെ ഭൂമിയിൽ രാജ്യം സ്ഥാപിക്കാനുമുള്ള വരവാണ് ഈ വരവ്. അത് വെള്ളക്കുതിരപ്പുറത്ത്. അത് കഴിഞ്ഞിട്ട് എന്താ പറയണേ? അവൻ്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ, എഴുതിയിട്ടുള്ളൊരു നാമം അവനുണ്ട്, അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവർക്ക് അറിയാത്തൊരു പേര് ദൈവം യേശുക്രിസ്തുവിന് അവിടെ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. അത് എന്താണെന്നൊന്നും ഇവിടെ പറയുന്നില്ല. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചു, രക്തത്തിൽ മുക്കി എന്നാണ് ഇംഗ്ലീഷ്, വെസ്റ്റർ ഡീപ്ഡ് ഇൻ ബ്ലഡ് എന്ന് പറയുന്നത്. അവന് ദൈവത്തിൻ്റെ വചനം യേശുക്രിസ്തുവാണത്. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. വെള്ളക്കുതിരപ്പുറത്ത് അനേകം ദൂതന്മാരും കർത്താവിൻ്റെ പിന്നാലെ ഉണ്ടെന്നാണ് പറയുന്നത്. ജാതികളെ വെട്ടുവാൻ അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ ഇരുമ്പുകൾ കൊണ്ട് അവരെ മേയ്ക്കും. സർവശക്തിയുള്ള ദൈവത്തിൻ്റെ കോപവും ക്രോധവുമായ മദ്യത്തിൻ്റെ ചക്ക അവൻ മെതിക്കുന്നു. ഒരു വലിയൊരു യുദ്ധം നടക്കും. ആ യുദ്ധത്തിൽ ജാതികളെ മെതിച്ചു കളയും. ഇരുമ്പുകൾ കൊണ്ട് മേയ്ക്കുന്നത് 1000 ആണ്ട് വാഴ്ചയിലാണ്. രാജാതിരാജാവും കർത്താവും എന്ന നാമം അവൻ്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. ഒരു ദൂതൻ സൂര്യൻ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ ആകാശം മധ്യേ പറക്കുന്ന സകല പക്ഷികളോടും രാജാക്കന്മാരുടെ മാംസവും സഹസ്രാധിപന്മാരുടെ മാംസവും വീരന്മാരുടെ മാംസവും കുതിരകളുടെയും കുതിരപ്പുറത്തിരിക്കുന്നവരുടെയും മാംസവും സ്വതന്ത്രന്മാരും ദാസന്മാരും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെയും മാംസം തിന്മാൻ മഹാദൈവത്തിൻ്റെ അത്താഴത്തിന് ഒന്നുകൂടി നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മധ്യാകാശത്തിൽ വരുമ്പോൾ ഒരു യുദ്ധം അവിടെ നടക്കുന്നുണ്ട്. അതെവിടെയാണ് നടക്കുന്നത്? അതായത് മെഗിദോ താഴ്വരയിലാണ് നടക്കുന്നത്. യൂഫ്രട്ടീസ് നദിയുടെ വെള്ളം വറ്റിപ്പോയിട്ട് കിഴക്ക് നിന്ന് ഉള്ള രാജാക്കന്മാർ അവരുടെ സൈന്യത്തെ കൊണ്ട് അവിടെ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാനായിട്ടാണ് വരുന്നത്. ആ സമയത്താണ് ഇസ്രായേലിനെ രക്ഷിക്കാൻ ഈശോ മധ്യാകാശത്തിലേക്ക് വരുന്നത്. ആ സമയത്ത് വലിയ യുദ്ധം സംഭവിക്കുകയും ആ യുദ്ധത്തിൽ ഇവരെല്ലാം നശിച്ചു പോകുന്നതായിട്ട് ഇവിടെ പറയുന്നത്. ദൂതൻ സൂര്യനിൽ നിന്നിട്ട് പറയാണ്, ആകാശ മധ്യേ നിൽക്കുന്ന എല്ലാ പക്ഷികളോടും പറഞ്ഞത്, ഈ കഴുകനോടാണ് പ്രധാനമായിട്ട് പറയുന്നത്. അതാ പറയുന്നതെന്നറിയാം, ഇങ്ങനെ ഒരു യുദ്ധം നടക്കുന്നുണ്ട്, എല്ലാവരെയും മാംസം ഒക്കെ തിന്നാനായിട്ട് റെഡി ആയിക്കോ എന്ന് പറഞ്ഞിട്ട് പറയാണ്. കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവൻ്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നുകൂടിയിരിക്കുന്നത് ഞാൻ കണ്ടു. മെഗിദോ താഴ്വരയിൽ ആണ് ആ സംഗതി സംഭവിക്കുന്നത്. മൃഗത്തെയും അതിൻ്റെ മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിൻ്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുകയും ചെയ്ത കള്ളപ്രവാചനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ ഇട്ട് കളഞ്ഞു. യുദ്ധം കഴിഞ്ഞ ശേഷമാണ് സംഭവിക്കുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ആ ചിത്രം നമുക്ക് അന്ത്യക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും നരകത്തിൽ തള്ളിയിട്ടു. നരകം എന്ന് പറയുന്നത് എവിടെ നോക്കാം? ഇതാണ് നരകം. ഇതിന് സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഇതിലൊന്ന് വായിച്ചു നോക്കാം. എസെക്കിയേൽ 39:4 പറയുന്ന കാര്യങ്ങൾ: നിന്നോട് കൂടെയുള്ള ജാതികളും ഇസ്രായേൽ പർവ്വതങ്ങളിൽ വീഴും, ഞാൻ നിന്നെ കഴുകു മുതലായ പറവക്കൊക്കെയും കാട്ടുമൃഗത്തിന് ഇഴയായി കൊടുക്കും. ഈ സെയിം തിങ് അല്ലേ ഇവിടെ പറയുന്നത്. ആകാശമധ്യേ പറക്കുന്ന പക്ഷികളോട് പറയുന്നതായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഈ ശവമുള്ളയിടത്ത് കഴുക്കൾ കൂടുന്നത് നേരത്തെ പറഞ്ഞല്ലോ. അത് മത്തായിയുടെ സുവിശേഷത്തിൽ 28-ലും സെയിം തിങ് പറയുന്നുണ്ട്. അത് നിവൃത്തിയാവുന്നത് ഇപ്പോഴാണ്. അടുത്ത വചനത്തിലേക്ക് പോകാം. ശേഷിച്ചിരിച്ചവരെ ഗുരുതപ്പുറത്തിരിക്കുന്നവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ട് കൊന്ന് അവരുടെ മാംസം തിന്ന് സകല പക്ഷികൾക്കും തൃപ്തി വന്നു എന്ന് പറയുന്നത്. ശവമുള്ളിടത്ത് കഴുകൾ കൂടും എന്നൊക്കെ നേരത്തെ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചില്ലേ. എക്സാക്ട്ലി സെയിം തിങ് ആണ് ഇവിടെ. അത് ആ വചനം നിവൃത്തിയാകുന്നത് ഈ സമയത്താണ്. അത് കഴിഞ്ഞപ്പോൾ 19-ാം അധ്യായം തീർന്നു.